നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ എല്ലായിടത്തും. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ആശുപത്രിയിൽ ഓക്സിജൻ നിലച്ചതിനെ തുടർന്ന് 30 കുട്ടികൾ മരിച്ചു. ദുരന്തം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലത്തിലെ സർക്കാർ ആശുപത്രിയിൽ. കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് കരാറുകാരൻ ഓക്സിജൻ വിതരണം നിർത്തിവെച്ചതാണ് ദുരന്ത കാരണമെന്ന് പോലീസ്. മൂന്നാറിൽ കാട്ടാന വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ ടിസൺ തച്ചങ്കരിക്കെതിരെ കേസ്. പാലക്കാട് കാട്ടാനക്കൂട്ടത്തെ തിരികെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ വിഫലം. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചികിത്സ കിട്ടാതെ തമിഴ്നാട് സ്വദേശി മരിച്ച സംഭവം അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സമിതി. റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയെന്ന് കെ ശൈലജ. കൊല്ലത്തെ ആശുപത്രികളിൽ വ്യാപക പരിശോധന. ആശുപത്രികൾക്ക് വീഴ്ച പറ്റിയെന്ന് പോലീസ്. റിമാൻഡിലുള്ള ദിലീപിനെ കാണാൻ അമ്മ ആലുവ സബ് ജയിലിലെത്തി. ജയിലിൽ വൈകാരിക മുഹൂർത്തങ്ങൾ. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ നിലപാട് അറിയിക്കാൻ പ്രോസിക്യൂഷന് ഹൈക്കോടതി നിർദ്ദേശം. അടുത്ത വെള്ളിയാഴ്ച അപേക്ഷ വീണ്ടും പരിഗണിക്കും. കെ ശൈലജയുടെ ഭർത്താവ് വനിതാ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തുവെന്ന വാർത്ത തള്ളി CPM. ദുഷ്പ്രചാരണമെന്ന് പിണറായി. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ശൈലജ. ശാസിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന് വനിതാ പ്രവർത്തക. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. പാലക്കാട് കാട് കയറിയ ആനക്കൂട്ടം തിരിച്ചിറങ്ങി. വടക്കുംപുറത്ത് ദേശീയപാത മുറിച്ചു കടന്ന് ആന വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിൽ നിലയുറപ്പിച്ചു. ദേശീയപാതയിൽ മണിക്കൂറുകളോളം പോലീസ് ഗതാഗതം നിയന്ത്രിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ആനക്കൂട്ടം നാട്ടിലിറങ്ങി ഭീതി വിതയ്ക്കുകയാണ്. കാടിറങ്ങിയ 3 ആനകളെ തിരികെ കാട്ടിലെത്തിക്കാനുള്ള ശ്രമം അവസാന നിമിഷം പാളി. മുണ്ടൂരിനും കല്ലടിക്കോടിനുമിടയിൽ വടക്കുംപുറത്ത് വെച്ച് ദേശീയപാത മുറിച്ചു കടന്ന ആനകൾ കാട് ലക്ഷ്യമാക്കി നടന്നെങ്കിലും പെട്ടെന്ന് തിരിച്ചു വരികയായിരുന്നു. വീണ്ടും ദേശീയപാത മുറിച്ചു കടന്ന ആനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുന്നത് തടയാനുള്ള തീവ്ര ശ്രമത്തിലാണ് വനപാലകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും. സ്ഥലത്ത് നൂറുകണക്കിന് ആളുകളാണ് കൂടി നിൽക്കുന്നത്. മുണ്ടൂരിനും കല്ലടിക്കോടിനുമിടയിൽ ദേശീയപാതയിൽ ഗതാഗതം പോലീസ് നിയന്ത്രിച്ചു. ഇതിനിടെ ജില്ലാ കളക്ടർ പി മേരിക്കുട്ടി സ്ഥലം സന്ദർശിച്ചു. ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും ആനകളെ കാടുകയറ്റാനുള്ള ശ്രമം തുടരുകയാണെന്നും കളക്ടർ പറഞ്ഞു. റിപ്പോർട്ടർ പാലക്കാട്. മൂന്നാർ ചിന്നക്കനാലിലെ തച്ചങ്കരി എസ്റ്റേറ്റിൽ കാട്ടാന വൈദ്യുതാഘാതമേറ്റു ചരിഞ്ഞ സംഭവത്തിൽ 2 പേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. എസ്റ്റേറ്റ് ഉടമ ടിസൺ തച്ചങ്കരിയും എസ്റ്റേറ്റ് ജീവനക്കാരൻ ഷിജോയുമാണ് കേസിലെ പ്രതികൾ. ഇന്നലെയാണ് എസ്റ്റേറ്റിലെ വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞത്. ADGP ടോമിൻ തച്ചങ്കരിയുടെ സഹോദരൻ ടിസൺ തച്ചങ്കരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് തച്ചങ്കരി എസ്റ്റേറ്റ്. വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റിൽ വന്യമൃഗങ്ങളുടെ ശല്യം നിയന്ത്രിക്കാൻ വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു. ഇതിൽ തട്ടിയാണ് കഴിഞ്ഞ ദിവസം 11 വയസ്സുള്ള പിടിയാന ചരിഞ്ഞത്. മൂന്നാറിൽ ഒരു മാസത്തിനിടയിൽ 3 ആനകളാണ് ചരിഞ്ഞത്. ആനകൾ ചരിയുന്നതിൽ വനം വകുപ്പ് അന്വേഷണം നടത്തുകയായിരുന്നു. ടിസൺ തച്ചങ്കരിയുടെ എസ്റ്റേറ്റിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചത് നിയമാനുസൃതമാണോ എന്ന് വനം വകുപ്പ് പരിശോധിക്കും. വനഭൂമിയോട് ചേർന്ന് വൈദ്യുതി വേലി സ്ഥാപിച്ചത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണോ എന്നും വനം വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. എസ്റ്റേറ്റ് ജീവനക്കാരൻ ഷിജോയെ 1-ാം പ്രതിയാക്കി കേസെടുത്ത വനം വകുപ്പ് ടിസൺ തച്ചങ്കരിയെ 2-ാം പ്രതിയാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത ഷിജോയെ കോടതിയിൽ ഹാജരാക്കി. ടിസൺ തച്ചങ്കരിയോട് ഹാജരാകാൻ വനം വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാറിൽ നിന്നും ബിനീഷിനോടൊപ്പം VS ഹൈദർ അലി, റിപ്പോർട്ടർ. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ വിശദമായി പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ TV സജീവ്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ശ്രീ വേണുഗോപാലൻ നായർ, അദ്ദേഹം ചെയർമാൻ, KRFEDന്റെ ചെയർമാനും കിസാൻ സഭയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ CR നീലകണ്ഠനും ഈ ചർച്ചയിൽ അല്പസമയത്തിനകം പങ്കെടുക്കും. കർഷക സംഘടനാ നേതാവ്, സ്വതന്ത്ര കർഷക സംഘടനാ നേതാവ് ശ്രീ ജോയും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഡോക്ടർ TV സജീവ്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആനകൾ കാട്ടിൽ നിന്നിറങ്ങി നാട്ടിലെത്തുന്നത് നിത്യസംഭവമാണ്. വനമേഖലയോട് ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെയുള്ള കാർഷിക മേഖലയിലേക്ക് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നിരന്തരമായി കാണുന്നുണ്ട്. ആ മേഖലയിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലൊരു
ഒരു യുദ്ധം തന്നെ പലപ്പോഴും നടക്കുന്നുണ്ട്, നമ്മുടെ വനാതിർത്തിയോട് ചേർന്ന് നിരന്തരമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്ന് കുറെ കൂടി വിഭിന്നമാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ 9 ദിവസമായി പാലക്കാട്ട് ഈ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാട്ടിലേക്ക് പോകുന്നതേ ഇല്ല, അവ നാട്ടിൽ കറങ്ങി നടക്കുകയാണ്. അതുപോലെ നമ്മൾ ഇടുക്കിയിലും ഈ കാഴ്ച കണ്ടു, വയനാട്ടിലും ഈ കാഴ്ച കണ്ടു, ഇപ്പോൾ പാലക്കാട് ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ആവാസ വ്യവസ്ഥയിൽ നിന്നും കാട്ടാനകൾ നാട്ടിലിറങ്ങി തിരികെ പോകുന്നില്ല എന്ന് തന്നെയല്ല, അവ നമ്മുടെ നഗരപ്രദേശങ്ങളിലേക്ക് കൂടി കടന്നു വരികയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? പ്രധാനമായും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആദ്യമായി നടക്കുന്നൊരു കാര്യമല്ല. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ കോഴിക്കോടും നിലമ്പൂരിലും മൂന്നാറിലും എല്ലാം തന്നെ ഇതിനു മുന്നേ കാട്ടാനകൾ നാട്ടിലേക്ക് സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഈ സ്ഥലത്തുള്ളൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ആനക്കൂട്ടമല്ല നാട്ടിലിറങ്ങിയിട്ടുള്ളത്, മറിച്ച് കൊമ്പനാനകളാണ്, 3 കൊമ്പനാനകളാണ് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല അവർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചധികം സമയം നാട്ടിൽ ചെലവഴിക്കുന്നതായിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇതൊരു ആനക്കൂട്ടമായിട്ട് പരിഗണിക്കാനാവില്ല. സ്വാഭാവികമായും കൂട്ടങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന, കൂട്ടുകാലത്തിൽ നിന്ന് മാറി താമസിക്കുന്ന ആനകളുടെ ഒരു സംഘം ചേരലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് മറ്റ് ആനക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധ്യത എന്താ വെച്ചാൽ, ആനക്കൂട്ടത്തെ സംബന്ധിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, വലിയൊരു എണ്ണം പല പ്രായത്തിലുള്ള ആനകളെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചും കൂടി സ്വതന്ത്രമായിട്ടും സ്വന്തം കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാധ്യത, അത്തരത്തിലുള്ളൊരു പെരുമാറ്റ സവിശേഷത ഈ ആനകളെ സംബന്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ആന കാട്ടിന് പുറത്തെത്തി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ തിരിച്ച് കാട്ടിൽ കയറുന്ന ഒരു ശീലമാണ് ഉണ്ടാവുക. ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒത്തിരി മനുഷ്യരുടെ, ഒത്തിരി തരം ആളുകൾ ഇതൊരു നമ്മൾ ക്രൈസിസ് ടൂറിസം എന്നോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ടൂറിസം എന്നൊക്കെ പറയാവുന്ന പോലെ ധാരാളം ആളുകൾ ഈ സ്ഥലത്ത് എത്തുകയും അത് ആളുകൾ ചേർന്നുകൊണ്ട്, ആളുകളുടെ പ്രസൻസ് കൊണ്ട് തന്നെ ആനകൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ സാധ്യത കുറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ വൈകിട്ടാകുമ്പോൾ ഫീൽഡിലുള്ള ഫോറസ്റ്റ് സ്റ്റാഫായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ഓടി കതച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത്രമാത്രം അധ്വാനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതത് ചെയ്യുമ്പോൾ പോലും ഈ വിഷയത്തെ വളരെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിൽ ജനങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഹാൻഡിൽ ചെയ്യുക. അതേപോലെ ഈ തരത്തിലൊരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു വനം വകുപ്പുണ്ട്. അവരെ സംബന്ധിച്ച് അത് പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും അടുത്ത വഴിയിലേക്ക്, കാട്ടിലേക്കുള്ള വഴികൾ കണ്ടെത്താനും ആ വഴിയിലേക്ക് ആനയെ തെളിക്കാനും ഇത് പല പ്രാവശ്യം കേരളത്തിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഉള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ സജീവ്, ഇതിപ്പോൾ വയനാട്ടിൽ നേരത്തെ ഒരു 5 ആനകളായിരുന്നു, 5 ആനകളുടെ കൂട്ടമായിരുന്നു വയനാട്ടിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതിപ്പോൾ പാലക്കാട്ട് വരുമ്പോൾ അവിടെയും 3 ആനകളുണ്ട്. നമ്മൾ മൂന്നാറിലും ഈ കാഴ്ച കണ്ടു. ഇത് നിരന്തരമായി ആവർത്തിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളുടെ പ്രകടമായ മാറ്റമാണോ? നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് കാട്ടിൽ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഈ കാലവർഷത്തിൻ്റെ കുറവ് അനുഭവപ്പെട്ട ജില്ലകളാണ് ഇടുക്കിയും അല്ലെങ്കിൽ പാലക്കാടും വയനാടും എന്നതൊക്കെ കണക്കുകൾ വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള പ്രശ്നങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ടോ? അത്തരമൊരു വിലയിരുത്തലിന് ഏതെങ്കിലും തരത്തിൽ പ്രസക്തി ഉണ്ടോ ഇപ്പോൾ? നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സാമാന്യവൽക്കരണം അബദ്ധമായി മാറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, വേനൽക്കാലത്ത് ആന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അതേ കാരണമല്ല ഇതുപോലെയുള്ള മഴക്കാലത്ത് അത് പുറത്തേക്ക് ഇറങ്ങുന്നു. വേനൽക്കാലത്ത് പല പ്രാവശ്യവും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാഴ്ച, വെള്ളത്തിന്റെ ലഭ്യത കുറയുന്ന സമയത്ത് ആനക്കൂട്ടം തന്നെ, കുഞ്ഞുങ്ങളടക്കമുള്ള ആനക്കൂട്ടങ്ങൾ പുറത്തു വരികയും അങ്ങനെ വരുന്ന ആനകളെ സംബന്ധിച്ച് ജലം ലഭ്യമായി കഴിഞ്ഞാൽ ആ ജലം കുടിച്ച് തിരിച്ചു കാട്ടിലേക്ക് കയറിപ്പോവുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. വേനലിൽ സംഭവിക്കുന്ന കാര്യം അതാണ്. വർഷകാലത്തേക്ക് എത്തുമ്പോൾ അതിന് വളരെ വിഭിന്നമായി എല്ലായിടത്തും വെള്ളം അവൈലബിൾ ആവുകയും എവിടെ പോയാലും വെള്ളം കിട്ടുന്നതുള്ളത് കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യം ആനകളെ സംബന്ധിച്ച് ഉണ്ടാവുന്നില്ല. അവർക്ക് കുറച്ചുകൂടി പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ തരത്തിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആണാനകളുടെ കൂട്ടങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ശരി, താങ്കൾ ദയവായി തുടരുക, ഞാൻ വരാം. ശ്രീ വേണുഗോപാലൻ നായർ, ഇത്
പല തരത്തിൽ ഇത് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ, നമ്മൾ കാട്ടിലെ കാര്യങ്ങളോ ഒക്കെ അവിടെ നിൽക്കട്ടെ, ജനങ്ങളെ ഇത് ബാധിക്കുന്നു. കർഷകർ ഇതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ 3 ജില്ലകൾ നമ്മൾ നേരത്തെ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇടുക്കിയിലെയും പാലക്കാട്ടെയും വയനാട്ടിലെയും കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ ഈ മേഖലയിലെ കാർഷിക പ്രശ്നങ്ങൾ, കാടിനോട് ചേർന്നുള്ള കാർഷിക ഗ്രാമങ്ങളിൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ടാകുന്നു. ഇത് പരിഹരിക്കാൻ സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം വരികയും കുറേയേറെ സമയം ഇതിൻ്റെ ചർച്ച നടക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ സഭയിൽ ചർച്ച നടത്തി തീർക്കാവുന്ന ഒരു പ്രശ്നമല്ല. അതിന് അപ്പുറത്തേക്ക് ഇതിന് കുറെ കൂടി സങ്കീർണമായ സ്വഭാവങ്ങളുമുണ്ട്. ഇതിനെ ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് താങ്കൾ കരുതുന്നത്? കേരളത്തിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുണ്ട്. എന്നാൽ ഈ ആക്ട് അനുസരിച്ച് പുറപ്പെടുവിക്കേണ്ട ചട്ടങ്ങൾ ഇപ്പോൾ നിലവില്ലാത്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന വെർമിൻ എന്ന് പറയുന്ന വന്യജീവികളായിട്ട് ഉപദ്രവകാരികളായ മൃഗങ്ങളെ നശിപ്പിക്കാൻ ഇന്ന് കഴിയാത്തൊരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. ഈ ആക്ട് അനുസരിച്ച് ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു എങ്കിൽ കുറേയേറെ വന്യമൃഗങ്ങളെ നശിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമായിരുന്നു. വന്യമൃഗങ്ങളുടെ നാശം കേരളത്തിലെ കാർഷിക മേഖല വൻപിച്ച കെടുതിയാണ് നേരിട്ടിട്ടുണ്ട്. ഇന്ന് വരൾച്ച കൊണ്ട് 7000 കോടിയോളം നഷ്ടം കേരളത്തിലുണ്ടായി എന്ന് പറയുമ്പോൾ ഇതേ വരൾച്ച വനത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വനത്തിൽ വന്യജീവികളും അധികം ഇന്ന് നേരിടുന്നത് വരൾച്ച കൊണ്ട് അവർക്ക് വെള്ളമില്ല, അവർക്ക് ആവശ്യമായ ആഹാരം കിട്ടില്ല. ഇങ്ങനെ ആഹാരവും വെള്ളവും കിട്ടാതെ വന്നാൽ ഏത് വന്യജീവിയും പുറത്തിറങ്ങി വരും. അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ എങ്ങനെ ഈ വന്യജീവികൾ പാർക്കുന്ന വനവുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടം, ആ നഷ്ടം ഇല്ലാതാക്കാൻ കഴിയുന്ന വണ്ണം വനത്തിനുള്ളിൽ ആവശ്യമായ ജലസംഭരണികൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ വനത്തിനുള്ളിൽ ആഹാരം കിട്ടുന്ന തരത്തിലുള്ള മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന മരങ്ങൾ ഉണ്ടാവണം. യൂക്കാലിപ്സ് നട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നമുക്കറിയാം. യൂക്കാലിപ്സും ഒക്കേഷ്യയൊക്കെ നട്ടുവെച്ച് വനത്തിലുള്ള വെള്ളം മുഴുവൻ ചോർന്നു പോയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് വന്യജീവികൾക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ പുറത്തേക്ക് വരുന്നത്. അതിന് പരിഹാരം കാണാൻ ഗവൺമെൻറ് ശ്രമിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ വെർമിൻ എന്ന് പറയുന്ന വന്യജീവി ഉപദ്രവികളായിട്ടുള്ള വന്യജീവികളുണ്ട്. അവയെ എങ്ങനെ നശിപ്പിക്കാം? പ്രത്യേകിച്ചും കുരങ്ങുകളെപ്പറ്റി നമുക്കറിയാം. ഏറ്റവും കൂടുതൽ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നം കുരങ്ങുകളുടെ കൂട്ടത്തോടുള്ള ആക്രമണമാണ്. ഇതിന് ABC നായ്ക്കൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് കുരങ്ങുകളിൽ ഇത് പരിശീലിച്ചുകൂടാ? അങ്ങനെ പരീക്ഷിച്ച് നോക്കിയാൽ ഒരു പരിധിവരെ കുരങ്ങുകളെ ഇല്ലാതാക്കാൻ കഴിയും. അതുപോലെ തന്നെ കുരങ്ങുകൾ ഇതിൽ പെടുന്നതല്ല. ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കുരങ്ങുകൾ ഉൾപ്പെട്ടില്ല. അവയെ കൊല്ലാനും കഴിയും. അതിനുള്ള പരിഹാരമുണ്ടാക്കാൻ എന്തുകൊണ്ട് ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല? അതിന് പരിഹാരമുണ്ടാക്കണം. അതേസമയത്ത് നമ്മുടെ വനം വകുപ്പിൻ്റെ കുഴപ്പമുണ്ട്. വന്യജീവികളെ ഇതുപോലെ കൊന്നാൽ അതിന് പോസ്റ്റ്മോർട്ടം വേണ്ടി വരും, അതിനെ കുഴിച്ചിടേണ്ടി വരും. ഇതിനെല്ലാം മെനക്കെടാൻ ഇന്നത്തെ വന ഉദ്യോഗസ്ഥർക്ക് സമയമില്ല. അതുകൊണ്ട് അവരാരും ഇത് തയ്യാറല്ല. ഈ വന്യജീവി പ്രത്യേകിച്ച് കുരങ്ങന്മാരെ കെണി വെച്ച് പിടിക്കാൻ, അതിനെ കൂടുതൽ കൊന്നൊടുക്കാതെ തന്നെ ABC നിയമം നടപ്പാക്കിക്കൊണ്ട് അവ ഇല്ലാതാക്കാൻ കഴിയും. ഇങ്ങനെ കാട്ടുപോത്തുകൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും കാർഷിക മേഖല ആകെ നശിപ്പിക്കപ്പെടുകയാണ്. ഇന്നിപ്പോൾ ആനയെപ്പറ്റി പറഞ്ഞു. ആന സ്ഥിരമായി കാർഷിക മേഖലയിൽ കിടക്കുന്ന ഒരു മൃഗമല്ല. ഇത് കാട്ടിനകത്ത് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ലാതെ വന്നാൽ, കഴിക്കാൻ ആഹാരമില്ലാതെ വന്നാൽ ഏത് ജീവിയും പുറത്തോട്ടിറങ്ങി വരും. അത് സ്വാഭാവികമാണ്. അതാണിന്ന് വനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രശ്നം റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, ഇത് രണ്ടിനുമുള്ള മനുഷ്യൻ്റെ അവകാശത്തിന് വേണ്ടി ചെയ്യേണ്ട മുൻകരുതലുകൾ ഗവൺമെൻറ് ചെയ്തേ മതിയാവും. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ 2 ദിവസം മുമ്പ് അസംബ്ലിയിൽ ഇതിന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുങ്കി ആനകളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ കേരളത്തിൽ പറയാറുണ്ട്. കുങ്കി ആനകളെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാട്ടാനകളെ തിരിച്ച് കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റിയ ആനകളാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ വയനാട്ടിലുള്ള 2 ആനയല്ലാതെ എന്തുകൊണ്ട് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് പോലെ, മറ്റ് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പോലെ, ഫയർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പോലെ കുങ്കി ആന പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഒരു നിമിഷം ഡോക്ടർ സജീവ്, ഈ പ്രശ്നങ്ങളുടെ
പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായും ഈ വനത്തിൽ നിന്നിറങ്ങി വരുന്ന വന്യജീവികൾ, ഇപ്പോൾ ആനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, മറ്റുള്ളവയുടെ കാര്യത്തിൽ ഇവയെ മറ്റേ കൊന്നുകളയുക, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഭാഗമായി ചട്ടങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് കഴിയാതെ വരുന്നു. ആ നിലയ്ക്കൊക്കെയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എങ്ങനെ പ്രായോഗികമാണ്? അതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ സ്വീകാര്യമാണോ? അങ്ങനെയൊക്കെയാണോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന നിലയിൽ ഈ നമ്മുടെ ഭരണകൂടങ്ങൾ ആ നിലയ്ക്ക് ചിന്തിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അതിനപ്പുറത്തേക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉയർന്നു വരാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? പരിഹാര നിർദ്ദേശങ്ങൾ കണ്ടെത്താൻ കഴിയും. ഡോക്ടർ സജീവ്, ശ്രീ വേണുഗോപാൽ നായർ ഒരു നിമിഷം, ഡോക്ടർ സജീവിലേക്ക്. നേരത്തെ സൂചിപ്പിച്ച പോലെ റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു സവിശേഷ അധികാരമോ അവകാശമോ അല്ല. അത് ആനകളെ സംബന്ധിച്ചും കുരങ്ങന്മാരെ സംബന്ധിച്ചും കാട്ടുപോത്തിനെ സംബന്ധിച്ചും കാട്ടുപന്നികളെ സംബന്ധിച്ചുമുള്ള ഒരു റൈറ്റാണ് റൈറ്റ് ടു ലൈഫ് എന്നുള്ളത്. ഭരണഘടന അനുസരിച്ച് ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ജോലി മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കൽ മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും സംരക്ഷണം ഏറ്റെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് ഏതൊരു നാട്ടിലെയും ഭരണകൂടം പ്രവർത്തിക്കേണ്ടത്. ആ നിലയ്ക്ക് ഈ തരത്തിലുള്ളൊരു കാഴ്ച ഇവരെല്ലാവരെയും ഇത് വെർമിനാണ്, ഇത് ഉപദ്രവകാരികളായിട്ടുള്ള മൃഗങ്ങളാണ് എന്നുള്ള നിലപാട് തീർത്തും തെറ്റായിട്ടുള്ളൊരു നിലപാടാണ്. ഒന്ന് നോക്കുക, 9 ദിവസമായി 3 ആനകൾ കാട്ടിന് പുറത്തുണ്ട്, നാട്ടിലാണ് അവരുള്ളത്. ഇതുവരെ ആ ആനകൾ ഒരു മനുഷ്യനെ പോലും ഉപദ്രവിച്ചിട്ടില്ല, അവർ വയലന്റ് ആയിട്ടില്ല, അവർ ഉപദ്രവകാരി ആയിട്ടില്ല. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അധികമായിട്ട് അതിൻ്റെ വഴികൾ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഒരു ഉപദ്രവകാരി ആക്കി മാറ്റി പിന്നെ അതിനെ കൊല്ലുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവാനായിട്ട് സാധ്യത. അതിനിടയ്ക്ക് ഈ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ വളരെ അപകടം പിടിച്ചതാണ്. മനസ്സിലാക്കേണ്ട കാര്യം, കാട് നിലനിൽക്കുക എന്നുള്ളത് നാടിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാട് മുഴുവൻ പോയിട്ട് നമുക്ക് മുഴുവൻ സ്ഥലവും ഒരു പട്ടണമാക്കിയിട്ടും ഗ്രാമങ്ങളാക്കിയിട്ടും ജീവിക്കാം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമാവില്ല. കാരണം നാട് നിലനിൽക്കാനായിട്ട്, നഗരങ്ങൾ നിലനിൽക്കാൻ ആവശ്യമായ വായുവും ജലവും അടക്കമുള്ള നിരവധി വിഭവങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് കാടുകൾ. ആ കാടിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടിയുള്ള നിലനിൽപ്പിന് ഈ പറയുന്ന മുഴുവൻ ജീവജാലങ്ങളെയും ആവശ്യവുമാണ്. ആ തരത്തിലുള്ള ഒരു പാരസ്പര്യത്തെക്കുറിച്ച് അവരും ഭൂമിയുടെ അവകാശികളാണെന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടിയിട്ട് ഉള്ളൊരു തീരുമാനമാണ് പരിഷ്കൃത സമൂഹം എടുക്കേണ്ടത്. ഞാൻ വരാം. ശ്രീ ജോയ് കണ്ണഞ്ചിറ, താങ്കൾ വി ഫാമിന്റെ ചെയർമാൻ കൂടിയാണല്ലോ. ഈ മേഖലയിലെ കർഷകരുടെ യഥാർത്ഥ ആശങ്ക എന്താണ്? ഇപ്പോൾ ഈ ആനക്കൂട്ടം അവിടെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കർഷകർക്ക് എന്നതാണോ യഥാർത്ഥ പരാതിയായി താങ്കളെ പോലുള്ള കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഈ വിഷയം ഇതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി, വനംവകുപ്പ് മന്ത്രി അടക്കമുള്ള എല്ലാ ആളുകളെടുത്തും കോഴിക്കോട് ജില്ലയിലെയും അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ, ഇടുക്കി ജില്ലയിലെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഈ അവതരിപ്പിച്ച വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ചിരുന്നു. എനിക്ക് മുന്നം സംസാരിച്ച ആളുകൾ സംസാരിച്ചതുപോലെ വനത്തിൽ തീറ്റയില്ലാഞ്ഞിട്ടോ പ്രശ്നങ്ങളുണ്ടായിട്ടോ അല്ല വന്യമൃഗങ്ങൾ ഇപ്പം കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് കാരണം. ഒന്ന്, ഒരു ചതുരശ്ര സ്ക്വയർ മീറ്ററിൽ താമസിക്കാൻ പറ്റുന്ന, അതിന് ജീവിക്കാൻ പറ്റുന്ന വന്യമൃഗങ്ങൾക്കൊരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞ് വന്യമൃഗങ്ങൾ കൂടുതൽ അത് പെരുകി വന്നതുകൊണ്ടാണ് ഇപ്പം വനത്തിനുള്ളിൽ നിന്നും അത് പുറത്തേക്ക് ഇത്ര രൂക്ഷമായിട്ട് വരുന്നത്. കാരണം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഏകദേശം 5 ഇരട്ടിയോളം വന്യമൃഗങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനെ കൺട്രോൾ ചെയ്യണം. കാരണം ഇത് ഇന്ത്യയിലല്ല, ലോകരാജ്യങ്ങളിലെല്ലാം. നിങ്ങൾ ആസ്ട്രേലിയയിൽ എടുത്തു നോക്കൂ. ആസ്ട്രേലിയയിൽ അവരുടെ ദേശീയ മൃഗമാണ് കങ്കാരു. ആ കങ്കാരുവിനെ പോലും വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നിയമമുണ്ട് അവിടെ. അതുപോലെ തന്നെ അമേരിക്കയിൽ, മറ്റുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇതുണ്ട്. ഈ ഇന്ത്യയിൽ മാത്രം, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു രക്ഷയുമില്ല. കൃഷിക്കാരൻ്റെ ഭൂമിയിൽ വന്നിറങ്ങി കൃഷിക്കാരൻ്റെ ഭൂമി നശിപ്പിച്ച്, മുച്ചൂട് നശിപ്പിച്ച് അവനെ ജീവിക്കാൻ പറ്റില്ലാത്ത ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലാണ് ഈ വന്യമൃഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഈ വനം വകുപ്പിൽ ചെയ്യുന്നത്. ഇവിടെ എന്താണ് കാരണം? നിങ്ങൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വന്യമൃഗങ്ങൾക്ക് നിയമപരിരക്ഷ കൊടുക്കുന്നതാണ്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പൂർണ്ണമായിട്ടും അത് മനുഷ്യാവകാശ ലംഘനമാണ് ആ നിയമം തന്നെ. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൃഷിക്കാരെ ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഒരാന അല്ലെങ്കിൽ ഒരു പന്നി, ഒരു മൃഗം വന്ന് അവനവൻ്റെ കൃഷിഭൂമിയിൽ ഇറങ്ങി കൃഷിയെ നശിപ്പിക്കുമ്പോൾ, സ്വന്തം കുടുംബത്തിലുള്ള മക്കളെ അല്ലെങ്കിൽ സ്വന്തം അപ്പനെയോ അമ്മയോ ഉപദ്രവിക്കുമ്പോൾ ഒരു കല്ലെടുത്ത് എറിയാൻ പോലും
ഒരു കർഷകൻ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമമില്ല. ആദ്യം ആ ആനയ്ക്ക് പരിക്ക് പറ്റിയോ എന്ന് നോക്കിയിട്ട് ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന ഒരു സംവിധാനമാണ് വരുന്നത്. ഇതിനെതിരെയാണ് ബീഫാം വളരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നത്. കർഷകരുടെ അഭിപ്രായമാണിത്. തന്നെയുമല്ല, നമ്മളുടെ പല ജനപ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമസഭയിലടക്കം ഈ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം കർഷകർക്ക് കൊടുക്കണം എന്ന് നിയമസഭയിൽ ഒരാവശ്യമായി പല ജനപ്രതിനിധികളും ഈ വനത്തോട് ചേർന്നുള്ള കാർഷിക മേഖലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും ഉന്നയിക്കുന്നുണ്ട്. ശ്രീ ജോയെ പോലുള്ളവരും ഇത് ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ പരിഹാര നിർദ്ദേശമായി ഉയർന്നു വരേണ്ടത് ഇതാണോ? ഈ വന്യജീവികളുടെ എണ്ണം പെരുകുന്നത് കൊണ്ട് അവ നാട്ടിലേക്ക് വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആനയുടെ കാര്യത്തിൽ ഒരു പക്ഷേ അത് കുറെ ശരിയാണെന്ന് തോന്നുന്നു. മറ്റുള്ളവയുടെ കാര്യത്തിലും ആ വാദം നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ? അല്ല, ഇവിടെ നമ്മൾ ശരിയല്ലാത്ത പരിഹാരം ഒരു പ്രശ്നത്തിന് കണ്ടെത്തുകയാണ്. പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല. അപ്പം ഞാനിപ്പോൾ ജോയിയെ പോലെയുള്ള കർഷകരുടെ ആ ആത്മരോദനം ഞാൻ നന്നായി കേൾക്കുന്ന ആളുകളാണ്. ഞാൻ പല സ്ഥലത്തും പോയി കണ്ടതാണ്. കർഷകരുണ്ടാക്കിയ വിളകൾ മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവുന്നു. അത് ആന മാത്രമല്ല, കുരങ്ങിന്റെ പ്രശ്നമുണ്ട്, പന്നിയുടെ പ്രശ്നമുണ്ട്, കരടിയുടെ പ്രശ്നമുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിന്റെ പരിഹാരം 72 വൈൽഡ് ലൈഫ് ആക്ട് ഇല്ലാതാക്കലാണോ? ലോകത്ത് എവിടെയെങ്കിലും വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊന്ന് മനുഷ്യന് കയറാം എന്ന് പറയുന്നുണ്ടോ? വനവുമായി മനുഷ്യന്റെ ബന്ധം എന്താണ്? ഈ വനം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കർഷകർ അവിടെ പോയത്. അത്രയും ഫലഭൂയിഷ്ടമായ ഭൂമി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നേരത്തെ സജീവ് പറഞ്ഞതുപോലെ വനം സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വനത്തിന് എത്ര ദൂരെ കർഷകനാവാം? അല്ലെങ്കിൽ വനത്തിനെയും കർഷകനെയും വേർതിരിക്കുന്നതിന് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ സാധ്യതകൾ ഉണ്ടോ? അതെന്താണ് വേണ്ടത് എന്ന് ന്യായമായി ആലോചിക്കുന്നതിന് പകരം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ വന്യമൃഗത്തെ ഞാൻ വെടിവെച്ച് കൊല്ലും, അത് നമുക്ക് പറയാൻ പറ്റുമോ? എൻ്റെ വീട്ടിലേക്ക് മറ്റൊരുത്തിന്റെ പട്ടി കിടന്നു വന്നാൽ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? പശു കിടന്നു വന്നാൽ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് സമ്മതിക്കോ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഇപ്പോൾ അത് കള്ളന്മാരെ വെടിവെച്ച് കൊല്ലാൻ നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? കള്ളന്മാരാണെന്ന് തന്നെ വെക്കുക. നീ വെടിവെച്ച് കൊല്ലാൻ നിയമമില്ലല്ലോ. ഈ രാജ്യത്ത് IPC ഇല്ലേ? അപ്പൊ ഇവിടെ പ്രശ്നം വൈകാരികമായി വരുന്ന മൃഗങ്ങളെ വെടിവെച്ചു, അല്ലെങ്കിൽ തന്നെ ഒരുപാട് മൃഗങ്ങളെ ഇത്തരത്തിൽ മനുഷ്യൻ ഒരാവശ്യമില്ലാതെ JCB കൊണ്ട് തല്ലി കൊല്ലുന്നു, കറണ്ട് അടുപ്പിച്ച് കൊല്ലുന്നു. ഇത് പലതും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നമ്മുടെ നാട്ടിലുള്ളത്, ലോകം മുഴുവനുള്ളത്. ഇവിടെ മാത്രമുള്ള സാധനമൊന്നുമല്ല. പിന്നെ എണ്ണം കൂടുന്നു എന്നുള്ളത് അതൊരു പക്ഷേ ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാ. എണ്ണം കൂടുന്നതാണോ, അവയ്ക്ക് മേയാനുള്ള കാടിന്റെ പരിധി കുറയുന്നതാണോ? ഇപ്പൊ ബഫർ സോൺ കാടുകൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നിയമമുണ്ട്. എത്ര കാടുകൾക്ക് കേരളത്തിൽ ബഫർ സോൺ ഉണ്ട്? ബഫർ സോൺ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അത് എന്തോ ഒരു വലിയ തെറ്റായ ഒരു കാര്യമാണ്. ലോകത്ത് എവിടെയും കാടുകൾക്ക് ബഫർ സോൺ ഉണ്ട്. ഇവിടെ എന്താ കാടുകൾക്ക് ബഫർ സോൺ എത്രയുണ്ടെന്ന് പരിശോധിക്കണം. ഒരുപക്ഷെ ഡോക്ടർ സജീവന് അത് പറയാൻ പറ്റിയേക്കും. കേരളത്തിലെ കാടുകൾക്ക് ബഫർ സോൺ ഉണ്ടോ? കാടെന്ന് പറഞ്ഞാൽ ഒരു വര വരച്ചിട്ട് ഇതിനപ്പുറത്ത് കാട് ഇപ്പുറത്ത് നാട് എന്ന് പറയാൻ പറ്റില്ല. വന്യമൃഗങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ ആധാരം നോക്കിയിട്ടുള്ളതല്ല. അതുകൊണ്ട് കർഷകനെ സംരക്ഷിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന എന്ത് സാധ്യതയാണ് ഉള്ളത്? വനം വകുപ്പ് അത് വേണ്ടത് ചെയ്യുന്നുണ്ടോ, ഭരണകൂടങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പറയുകയല്ലാതെ വന്യജീവികൾ മനുഷ്യനെതിരായ ഒരു സാധനമാണ് എന്ന അർത്ഥത്തിലേക്ക് ചിന്തിക്കുന്നത് ഇന്ന് ശരിയല്ല. കർഷകനെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. എന്ത് സ്വീകരിക്കാം? അത് ചർച്ച ചെയ്യണം. അത്തരത്തിൽ ഇപ്പോൾ കിടങ്ങുകൾ എന്ന് ചില സ്ഥലത്ത് പറയുന്നുണ്ട്, ചില സ്ഥലത്ത് വൈദ്യുതി വേലി, എനിക്കറിയില്ല അത് എത്രത്തോളം പ്രായോഗികമാണെന്ന്. അത്തരത്തിലുള്ള ചില സാധ്യതകൾ പറയുന്നുണ്ട്. ബഫർ സോൺ പ്രൊട്ടക്ഷന്റെ കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയമായി ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വന്യജീവി സമ്പത്ത് കീഴോട്ട് പോയാൽ അത് വന്യജീവികൾക്കല്ല പ്രശ്നം. ആനയുടെ എണ്ണം കുറഞ്ഞ ആനയ്ക്കൊരു കുഴപ്പമില്ല, കുഴപ്പം മനുഷ്യന് തന്നെയാണ്. ഇപ്പൊ കാലാവസ്ഥാ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. കർഷകര് കാലാവസ്ഥാ മാറ്റം എത്ര ദുരിതമാണെന്ന് ചോദിക്കും, എനിക്കും അറിയാം. ഒരു നിമിഷം ഡോക്ടർ സജീവ്, ഇവിടെ കർഷകർ ഉന്നയിക്കുന്നതും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കർഷകർ എവിടേക്ക് പോകുമെന്നത് വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായ ചോദ്യമാണ്. കാരണം ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം, എന്നാൽ താരതമ്യേന വനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉള്ള വനം ഒരു പരിധിവരെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നതാണ് കണക്കുകൾ. നമുക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. കണക്കുകൾ അങ്ങനെയാണ്. വലിയ കുറവില്ലാതെ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഇതിന്റെ ഒരു തുലനാവസ്ഥ ഇവിടെ പാലിച്ചു പോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. താരതമ്യേന ഇപ്പോൾ മുന്നണികൾ ഏതൊക്കെയാണെങ്കിലും ശക്തമായൊരു വനം വകുപ്പ്, ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ട് താനും. അതൊക്കെ നിലനിൽക്കെ ഈ കർഷകർ പറയുന്നതിലും കുറെ കാര്യങ്ങളുണ്ടല്ലോ.
ആ താല്പര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും പരിഗണിച്ചുകൊണ്ട്, എന്നാൽ ഈ നാട്ടിലേക്ക് ഇറങ്ങി വന്ന ആനയെയോ അല്ലെങ്കിൽ പുലിയെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു വന്യമൃഗങ്ങളെയോ വെടിവെച്ച് കൊല്ലുക എന്നതിനും അപ്പുറത്തേക്ക് അതൊന്നുമല്ലാതെ ഇതെല്ലാം കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിഹാര മാർഗം നമുക്ക് ആലോചിച്ചുകൂടെ? അല്ലെങ്കിൽ അതുണ്ടായിട്ടും അത് പരീക്ഷിക്കാൻ മടിക്കുന്നതാണോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച 1-2 കാര്യങ്ങളിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ. ആദ്യം ഒന്നാമതായിട്ട് ഈ മൃഗങ്ങളുടെ എണ്ണം കൂടുകയാണെന്നുള്ളൊരു കാഴ്ച നമ്മൾ അന്വേഷിക്കേണ്ടത് ഏതൊരു കാലഘട്ടത്തെ മുൻനിർത്തിയാണ് നമ്മളിത് പറയുന്നത് എന്നുള്ളതാണ്. 1930കളിൽ എഴുതപ്പെട്ടൊരു പുസ്തകമുണ്ട്, മലബാറിലെ ഷിക്കാർ എന്ന് പറഞ്ഞിട്ട് പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, 2 ആനകൾ ഒരു ജീപ്പിന്റെ പുറകെ ഓടുകയാണ്. അപ്പോൾ ആ ജീപ്പിൽ ഇത് എഴുതിയ പുസ്തകം എഴുതിയ ശിവദാസൻ എന്ന ജീപ്പിലുണ്ട്. കുറേ ദൂരം ആന ഓടിക്കുന്നു, അതിനുശേഷം ആന തിരിച്ചു പോകുന്നു, ഇവർ മുന്നോട്ട് പോവുകയാണ്. അത് നടക്കുന്നത് ഫറൂഖിനും രാമനാട്ടുകാർക്കും ഇടയ്ക്കാണ്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ 100 വർഷത്തിനിടയ്ക്ക് ആനയുടെ ആവാസ വ്യവസ്ഥ എത്രമാത്രം ചുരുങ്ങി എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ 10-15 വർഷത്തിനകത്ത് വന്യജീവികളുടെ എണ്ണം വല്ലാതെ കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അത് തെറ്റായിട്ടുള്ള ഒരു കണക്കാണ്. ഇനി വേറൊരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 50 വർഷത്തിലോ 100 വർഷത്തിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ മനുഷ്യരുടെ എണ്ണം കൂടി അത്ര ഒന്നും ഒരു കാരണവശാലും വന്യജീവികളുടെ എണ്ണം കൂടിയിട്ടുമില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കർഷകരുമായി ബന്ധപ്പെട്ടിട്ട് ആലോചിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നും കേരളത്തിലെ കാടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആദിവാസികളുണ്ട്. അവർക്ക് ഇതുവരെ ആനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നം ഒരു പരാതി അവർ ഉന്നയിച്ചിട്ടില്ല. എങ്ങനെയാണ് ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കേണ്ടതെന്നും അവിടെയുള്ള ജീവജാലങ്ങൾ ഏതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ഇണങ്ങി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് കഴിയുക എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കുന്ന വലിയൊരു സമൂഹം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആനയ്ക്ക് വളരെ ഇഷ്ടമുള്ള, ആനയ്ക്ക് കഴിക്കാൻ താല്പര്യമുള്ള വസ്തുക്കൾ ആ കാടിനോട് ചേർന്ന പ്രദേശത്ത്, ഈ ഘട്ടത്തിലാണ് നേരത്തെ ബഫർ സോണിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. പല സ്ഥലങ്ങളിലും സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും ഒരു ബഫർ സോൺ ഉണ്ടെന്നുള്ള നിലയ്ക്ക് ഉള്ള നിർദ്ദേശങ്ങൾ വന്ന സമയത്ത് എല്ലാം തന്നെ ആ ബഫർ സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റാതായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. ആ ബഫർ സോണിലൂടെ നടക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ശരിക്കും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി കാടിന് പുറത്തേക്ക് വന്നാൽ പോലും അത് ബഫർ സോണിനകത്ത് തന്നെ സമയം ചെലവഴിക്കുകയും തിരിച്ച് കാട്ടിലേക്ക് പോകാനും പറ്റുന്ന സാധ്യത തന്നെ ഇല്ലാതാക്കിക്കൊണ്ട്, നേരത്തെ CR നീലകണ്ഠൻ സൂചിപ്പിച്ച പോലെ ഒരു വര വരച്ചിട്ട് ഇപ്പുറത്തെ കാടും അപ്പുറത്തെ നാടെന്നുള്ള നിലയ്ക്ക് മാർക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. താങ്കൾ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ വനസംരക്ഷണ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായി നടന്നു എന്ന് പറയുമ്പോൾ പോലും ഉള്ള ൾക്ക് ഏറ്റവും നിബിഡമായിട്ടുള്ള വനങ്ങളെ സംബന്ധിച്ച് അതിനൊരു ബഫർ സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ആ ബഫർ സോൺ ആവേണ്ട സ്ഥലങ്ങളിലാണ് ഈ കൃഷി നടക്കുന്നത്. ആ കൃഷിയാണ് ഇവർ വന്നിട്ട് ഭക്ഷിക്കുകയും ചെയ്യുന്നത്. ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും നിർദ്ദേശങ്ങളായിട്ട് വരുന്നത് കാട്ടിൻ്റെ ഉള്ളിൽ ജലമുണ്ടാവണം, അതിൻ്റെ തടാകങ്ങൾ ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ചക്കയും മാങ്ങയും എല്ലാം കാട്ടിൽ കിട്ടുന്ന തരത്തിലുള്ള മരങ്ങൾ ഉണ്ടാക്കണം. ഇതെല്ലാം തന്നെ വളരെ തെറ്റിദ്ധാരണ, ശാസ്ത്രീയമല്ലാത്ത നിർദ്ദേശങ്ങളാണ്. കാരണം ആനയെ സംബന്ധിച്ചിട്ട് ധാരാളം ഭക്ഷണം ആവശ്യമുള്ള ആനയെ സംബന്ധിച്ചിട്ട് ചക്കയും മാങ്ങയും കഴിച്ചിട്ട് അതിന് ജീവിക്കാനാവില്ല. അതിനാവശ്യമുള്ള മറ്റ് ധാരാളം മുളയും ഈറ്റിയും പുല്ലുമടക്കമുള്ള ധാരാളം സസ്യങ്ങളുണ്ട്. അത് ധാരാളമായിട്ട് കാട്ടിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവരെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാർഷിക ഇനങ്ങൾ കാടിനോട് ചേർന്ന് കൃഷി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ശ്രീ വേണുഗോപാലൻ നായർ, താങ്കൾ നേരത്തെ ഈ മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ രക്ഷിക്കുന്നതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചുവല്ലോ. ഇപ്പോൾ താങ്കൾക്ക് ഒരു പക്ഷേ ദൃശ്യങ്ങളിൽ കാണാം, ഇടുക്കിയിൽ ഒരു സ്വകാര്യ എസ്റ്റേറ്റ് ഉടമ വന്യമൃഗങ്ങളിൽ നിന്നും എസ്റ്റേറ്റിനെ സംരക്ഷിക്കാൻ വൈദ്യുത വേലി കെട്ടിയിരിക്കുകയാണ്. ആ വേലിയിൽ തട്ടിയാണ് ഒരു കാട്ടാന ചരിയുന്നത്. ഈ രീതിയിൽ ഒട്ടും അങ്ങേയറ്റം അശാസ്ത്രീയമായ യാതൊരു പഠനവുമില്ലാതെ, ഏതെങ്കിലും തരത്തിൽ നിയമപരമായി അതിനൊന്നും പ്രാബല്യമോ അംഗീകാരവും ഇല്ലാത്ത ഈ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കാരണം ഒരു കാടിനോട് ചേർന്നുള്ള ഭൂമി, ഈ വ്യക്തിയുടെ, ഈ ടിസൺ തച്ചങ്കരി എന്ന് പറയുന്ന ആളുടെ എസ്റ്റേറ്റിലാണ് ഈ കാട്ടാന കഴിഞ്ഞ ദിവസം വൈദ്യുത വേലയിൽ തട്ടി ചരിഞ്ഞത്. വനത്തോട് ചേർന്നുള്ള ഇത്തരം മേഖലകളിലെ ഈ സ്വകാര്യ എസ്റ്റേറ്റുകൾ, ഇത് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഇതൊരു ആ നിലയ്ക്ക് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സ്ഥാപനമാണ്.
ഇത്തരത്തിലുള്ള എസ്റ്റേറ്റുകളിൽ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൈദ്യുതി വേലി പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക? സ്വാഭാവികമായും വന്യജീവി വന്നാൽ അതിനെ ഈ എസ്റ്റേറ്റിലേക്ക് കടക്കാതിരിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിന് ജീവഹാനി സംഭവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണല്ലോ സ്ഥാപിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് എന്ത് യുക്തിയാണുള്ളത്, എന്ത് ശാസ്ത്രീയതയാണുള്ളത്, എന്ത് നിയമപരമായ അനുമതിയാണുള്ളത്? ഈ വിഷയത്തിൽ 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ചോദ്യത്തിന് കൊടുത്ത മറുപടിയിൽ തന്നെ മൈൽഡായിട്ടുള്ള ഷോക്ക് നൽകുന്ന സോളാർ കറണ്ട് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് പറയുകയുണ്ടായി. ഇതുപോലെ വനസംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ വന്യമൃഗങ്ങൾ കാർഷിക മേഖലയിൽ കടക്കാതിരിക്കാൻ വേണ്ടി നിരവധി നിർദ്ദേശങ്ങൾ വകുപ്പ് മന്ത്രി അസംബ്ലിയിൽ പറയുകയുണ്ടായി. വലിയ കുഴികൾ നിർമ്മിക്കുക, അതുപോലെ കിടങ്ങുകൾ ഉണ്ടാക്കുക, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട്, ഒരു വിഷയം കൊണ്ട് മാത്രം ഈ വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിൽ നിന്ന് കർഷകർ രക്ഷിക്കാൻ ഒക്കില്ല. കണ്ടമാനം നമ്മുടെ നാട്ടിലിപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ചും കൃഷി വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക മേഖലയിലാണ് ഇത്തരം നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി കോടികളുടെ നഷ്ടമാണ് കർഷകനുണ്ടായിരിക്കുന്നത്. ഇതാരും ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതേയില്ല. അതുപോലെ തന്നെയാണ് ആളുകൾ മരിക്കുന്നത്. കാട്ടുമൃഗങ്ങൾ, കാട്ടുപോത്ത് കുത്തിക്കൊന്നവരുണ്ട്, കാട്ടുപന്നി കുത്തിക്കൊന്നവരുണ്ട്. ഇങ്ങനെയുള്ള നഷ്ടപ്പെടുന്ന കർഷകർക്ക് ഇപ്പോൾ ഗവൺമെൻറ് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര തുക ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുകയാണ്. ഇന്നും പരിമിതമായ പരിഹാരമാണ് ഗവൺമെൻറ് നൽകുന്നത്. ഇതാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കാർഷിക നഷ്ടം തിട്ടപ്പെടുത്തുന്നതേയില്ല. ഇതിൻ്റെ ഫലമായി കർഷകർക്കുണ്ടാകുന്ന കാർഷിക നഷ്ടം കൃത്യമായി തിട്ടപ്പെടുത്തുകയും കർഷകന് നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം. ഇതല്ലാതെ മറുഭാഗത്ത് എങ്ങനെ വന്യമൃഗങ്ങളെ കാർഷിക മേഖലയിൽ കടക്കാതിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ആവശ്യമായ വെള്ളവും ആഹാരവും ലഭിക്കേണ്ട സന്ദർഭമുണ്ട്. നമുക്കെല്ലാം അറിയാം, ആന ഒരു വെജിറ്റേറിയൻ അനിമലാണ്. അതിന് മൃഗങ്ങളെ പച്ച മാംസം കഴിക്കാൻ പറ്റില്ല. മൃഗങ്ങൾക്ക് മറ്റു മൃഗങ്ങളെ പോലെ കഴിക്കാൻ കഴിയുന്നതല്ല. ആനയ്ക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള സസ്യങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റൂ. അതിനാവശ്യമായ ഈറ്റയും അതുപോലുള്ള മറ്റ് സസ്യങ്ങളും കാട്ടിനകത്ത് സുലഭമായി ഉണ്ടാക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കണം. അങ്ങനെയുള്ള നിരവധി നടപടികളിലൂടെ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൊടിയ വരൾച്ച ആരും കാണുന്നില്ല. ഇപ്പോഴും കാട്ടിനകത്ത് വെള്ളം ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ എവിടെ വെള്ളമുണ്ടെന്നറിയില്ല. ഈ വരൾച്ചയുടെ ഫലമായി മിക്കവാറും എല്ലാ ഈറ്റക്കാടുകളും നശിച്ചു പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ വനത്തിനകത്ത് മറ്റ് യാതൊന്നും തന്നെ വളർന്നു വന്നിട്ടില്ല. അതുകൊണ്ടാണ്, പട്ടിണി കൊണ്ടാണ് ഈ ആന ഇപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിന് പരിഹാരം കാണാൻ ഗവൺമെൻറ് സത്വരമായ പല നടപടികളും സ്വീകരിച്ചാൽ ഇതിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. ശ്രീ ജോയി, ഇത് ഗവൺമെന്റ് ഇടപെട്ടാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കിടങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഈ സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. പക്ഷേ അതൊന്നും കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. നമ്മൾ ഈ കഴിഞ്ഞ 3-4 ദിവസമായി, അല്ലെങ്കിൽ കഴിഞ്ഞ 9 ദിവസമായി പാലക്കാട് കാണുന്നതും അതിനോട് ചേർന്നുള്ള ദിവസങ്ങളിൽ വയനാട്ടിൽ കണ്ടതും, അല്ലെങ്കിൽ അതിന് കുറച്ച് ദിവസം മുമ്പ് ഇടുക്കിയിൽ കണ്ടതും, ആനകൾ കൂട്ടമായി നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ പാലക്കാട്ടെ കാര്യത്തിൽ ദേശീയപാതയോരത്ത് പാത മുറിച്ചു കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ ആനക്കൂട്ടം. അത് ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൊണ്ട് പരിഹരിക്കപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ? കർഷകർ എന്തുകൊണ്ടാണ് അതിൽ കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള മേഖലകളിൽ ആനകളെ, വന്യജീവികളെ ആകർഷിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കൃഷി നിർത്തിവെക്കുക, അല്ലെങ്കിൽ ആ നിലയിൽ അതൊരു ബഫർ സോണായി തീരുമാനിച്ചു, അങ്ങനെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെങ്കിലും കൃഷിഭൂമിയിൽ ആ നിലയ്ക്കുള്ള കൃഷി ചെയ്ത് ആ നിലയ്ക്ക് ഒരു സ്വയം ഇടപെടൽ കർഷകരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാകേണ്ടതല്ലേ? അതല്ലാതെ ഈ ആനക്കൂട്ടം പുറത്തിറങ്ങുമ്പോൾ അതിനെ കല്ലെറിഞ്ഞ് ബഹളം കൂട്ടി അക്രമകാരികളാക്കുക. പാലക്കാട്ടൊക്കെ ആണെങ്കിൽ അത് വലിയ തോതിലുള്ള നാശം കാണിച്ചതായി ഒരു സ്ഥലത്തൊന്നും റിപ്പോർട്ടുകളില്ല. വീടുകളുടെയൊക്കെ മുന്നിൽ കൂടി ഓടുന്നു എന്നതിനപ്പുറത്തേക്ക് അത് വലിയ തോതിലുള്ള നാശനഷ്ടം വരുത്തിയതായി ഇതുവരെ റിപ്പോർട്ടില്ല. പക്ഷേ ഈ നിലയിലാണെങ്കിൽ, ഡോക്ടർ സജീവ് പറഞ്ഞതുപോലെ ഈ നിലയിലാണെങ്കിൽ അത് ആക്രമണകാരികളാകും. കാരണം ആളുകൾ അതുപോലെ ബഹളം വെച്ച് അതിനെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്.
ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഈ വന്യമൃഗങ്ങൾ ഈ ഭൂമി നമ്മുടെ കൃഷിഭൂമിയിൽ ഇറങ്ങിയിട്ട് നശിപ്പിക്കാത്ത ഒരു കൃഷി ഏതാണെന്ന് എനിക്ക് മുന്നേ സംസാരിച്ച ഡോക്ടറോ അല്ലെങ്കിൽ നീലകണ്ഠനോ പറയട്ടെ. അങ്ങനത്തെ ഒരു കൃഷി ആന നശിപ്പിക്കാത്ത, അല്ലെങ്കിൽ പന്നി നശിപ്പിക്കാത്ത, അല്ലെങ്കിൽ മലാൻ, പോത്ത്, ഈ സാധനം കുരങ്ങ് നശിപ്പിക്കാത്ത ഒരു കൃഷി ഏത് കൃഷിയുണ്ടെന്ന് പറയട്ടെ. അത് ആ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കട്ടെ. അങ്ങനെ ഒരു കൃഷിയില്ല ലോകത്ത്. ഇത് ഈ മൃഗങ്ങൾ തിന്നാത്ത ഒരു കൃഷിയും ലോകത്തില്ല. പിന്നെ ബഫർ സോൺ ആണെന്ന് പറഞ്ഞ് കൃഷിക്കാരൻ അവൻ്റെ ഭൂമി വിട്ടുകഴിഞ്ഞു പോയാൽ ഈ കൃഷിക്കാരൻ അവൻ്റെ കുടുംബവും എങ്ങനെ ജീവിക്കും? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് അത്. പരിസ്ഥിതിയെ സംരക്ഷിക്കരുതെന്നൊന്നും ഞങ്ങൾ പറയില്ല. തീർച്ചയായിട്ടും പരിസ്ഥിതി സംരക്ഷിക്കണം, കാര്യങ്ങളുണ്ട്. വനം എന്ന് പറഞ്ഞാൽ അത് വന്യജീവിയാണെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാകരുത്. വനത്തിൽ വന്യജീവികളെ പോലെ തന്നെ ഒട്ടനവധി സൂക്ഷ്മ ചെറിയ ചെറിയ ജീവികളൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിന് പെരുപ്പം വരുമ്പോൾ അതിനെ നിയന്ത്രിച്ചേ സാധിക്കൂ. അല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റും. ഗവൺമെന്റിന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെ നിയന്ത്രിക്കാം? താങ്കൾ പറയുന്നത് ശ്രീ ജോയ്, താങ്കൾ ഈ പറയൂ, എങ്ങനെയാണ് നിയന്ത്രിക്കാം? ഒരാൾ ഒരു തോക്കുമായി വനത്തിലേക്ക് പോയി ഇതിനെല്ലാം വെടിവെച്ചു കൊല്ലണമെന്നാണോ? എങ്ങനെ നിയന്ത്രിക്കാം? അതന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഒരു മിനിറ്റ് എനിക്ക് തരൂ. ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപ മുടക്കാക്കുന്ന ഈ ഡ്രഞ്ചും ഈ അതുപോലെ തന്നെയുള്ള ഈ സോളാർ ഫെൻസിങ്ങും പ്രായോഗികമല്ല. അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോവുകയും ആന ഈ സോളാർ ഫെൻസിങ്ങിൽ വന്ന് ഈ ചവിട്ടി അത് താഴേക്ക് ഇട്ടിട്ട് അത് കടന്നു പോവുകയും ചെയ്യാണ്. ഇതൊന്നും പ്രായോഗികമല്ലെന്ന് വയനാട്ടിലൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ചെയ്യുന്ന ഒരു കിലോമീറ്റർ കല്ല് കയ്യാല വെക്കുക എന്നുള്ള സംവിധാനം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. 1 കിലോമീറ്റർ കല്ല് കയ്യാല വെച്ചിട്ടുണ്ടെങ്കിൽ ആന വരുമ്പോൾ കല്ല് കയ്യാല തട്ടി താഴെയിടില്ലേ? എന്താ ചെയ്യാൻ? ഞങ്ങൾ ബിഫാം ശക്തമായിട്ട് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നു, ജനപ്രതിനിധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റെയിലുള്ളത് നമ്മുടെ എവിടെയാണ്? ഉപയോഗശൂന്യമായ റെയിൽ പാളങ്ങളുണ്ട്. ഈ റെയിൽ പാളങ്ങൾ മുറിച്ച് നമ്മുടെ ഈ റെയിൽ പാളങ്ങൾ കൊണ്ട് വേലി കെട്ടുക, അതിന് സ്റ്റീലിന്റെ ഒരു സ്റ്റീൽ ഫ്രെയിമുള്ള ഒരു നെറ്റും കൂടെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരങ്ങ് മുകളിൽ കൂടി ചാടുന്ന കുരങ്ങ് ഒഴിച്ച് ബാക്കി ഒരു മൃഗങ്ങളും കൃഷിഭൂമിയിലേക്ക് ഇറങ്ങില്ല. ഇതെല്ലാ ഭാഗങ്ങളിലും കൃഷിക്ക് വന്യമൃഗങ്ങളിൽ ശല്യമില്ല. ഏറ്റവും കൂടുതൽ ശല്യമുള്ള ഏരിയകളിൽ ഈ വനഭൂമി റെയിൽ ഫെൻസിങ് ഉപയോഗിച്ചിട്ട് വളരെ ശക്തമായി നമ്മുടെ കർണാടകയിൽ ചെയ്തിരിക്കുന്ന റെയിൽ ഫെൻസിങ് അല്ല, ആ റെയിൽ ഫെൻസിങ് എം ഷേപ്പിൽ ഇങ്ങനെ കുഴിച്ചിട്ട് അതിന് മുകളിൽ കൂടെയും താഴെ കൂടെയും ഈ റെയിൽ കൊണ്ട് തന്നെയുള്ള പാളങ്ങൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് അതിനൊരു നെറ്റ് കൊടുക്കണം. നമ്മുടെ ബെനാർഘട്ട ഇവിടെ നാഷണൽ പാർക്കിൽ, ബാംഗ്ലൂർ നാഷണൽ പാർക്കിൽ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അവിടെ 80-ലധികം കടുവകളെ സംരക്ഷിക്കുന്ന സംവിധാനമുണ്ട്. അത്രയൊന്നും വേണ്ട, അതിനേക്കാൾ എത്രയോ കുറഞ്ഞ രീതിയിൽ സംരക്ഷിച്ചാൽ തന്നെയും കർഷകർക്ക് കൃത്യമായിട്ടും അത് കൃഷി ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അതിന് ഈ കല്ല് കയ്യാല വെക്കുന്ന 1,35 ലക്ഷം രൂപയാണ് 1 കിലോമീറ്റർ കല്ല് കയ്യാല വെക്കാൻ. ഈ ഫെൻസിങ് ഇടണമെങ്കിൽ, ഈ റെയിൽ ഫെൻസിങ് ഇടണമെങ്കിൽ 1,50,00,000 രൂപ മതി. ഞങ്ങൾ ബിഫാം ഏറ്റെടുക്കാം. ധൈര്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിന് പൈസ അനുവദിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞല്ലോ, പെരുവണ്ണാമൂഴിയിൽ ഏറ്റവും കൂടുതൽ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു 20 കിലോമീറ്റർ നിങ്ങളത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെയും മുഖ്യമന്ത്രിക്ക് കൊടുത്തു, മന്ത്രിമാർക്ക് കൊടുത്തു, ടി.പി. രാമകൃഷ്ണൻ മന്ത്രിക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ആരുടെ ഭാഗത്തും യാതൊരു അനക്കവുമില്ല. പിന്നെ കൃഷിക്കാരൻ വെടിവെക്കല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം ആത്മഹത്യ ചെയ്യണം, ഞങ്ങളുടെ കുടുംബത്തെ അടക്കം ആത്മഹത്യ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ഇന്ന് അവിടെ തച്ചങ്കരി XOR-Y അത് ആരുമാകട്ടെ, അയാളുടെ കൃഷിഭൂമി, ആ കൃഷി സംരക്ഷിക്കുന്നത് അത് അത്യാവശ്യമാണ്. അതിന് അയാളുടെ പേര് കൊലക്കേസാണ് എടുക്കുക. സ്വാഭാവികമാണ്. ഇത് എങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ കൃഷിക്കാരൻ ജീവിക്കും? ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. നിങ്ങൾ പറയുന്നു വന്യമൃഗങ്ങൾ നശിപ്പിക്കാത്ത കൃഷി ചെയ്യണമെന്ന്. എന്ത് കൃഷിയാണുള്ളത്? കൃഷിയെ പറ്റി എന്താണെന്ന് അറിയത്തില്ലാത്ത ആളുകൾ ഈ രീതിയിൽ സംസാരിച്ചാൽ കൃഷിക്കാരെ മോശക്കാരായി ചിത്രീകരിക്കും. പിന്നെ 30-ന് ശേഷം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വനം നശിപ്പിക്കുന്ന രീതിയിലാണെന്നുള്ള സംസാരം. ഞങ്ങളാരും വനം നശിപ്പിച്ചിട്ടൊന്നുമല്ല. അന്ന് നാട് പട്ടിണി കൊണ്ട് മുടിഞ്ഞപ്പോൾ അന്ന് നാട് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികളാണ് ഞങ്ങളെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും ഇങ്ങോട്ടൊക്കെ കുടിയേറി വന്ന് കൃഷി ചെയ്യാനും നാടിനെ തീറ്റിപ്പോറ്റാനും വേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ തന്നെ വില കൊടുത്ത് വ്യക്തമായ രേഖകളുള്ള ഭൂമി തന്നെ വാങ്ങിയാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. അത് ബഫർ സോണായി 1 രൂപ പോലും കൊടുക്കാതെ പിടിച്ചെടുക്കണമെന്ന് പറയുന്നത് എന്തിൻ്റെ ന്യായത്തിലാണ്? ഞങ്ങൾ മനുഷ്യരല്ലേ? ഞങ്ങൾ പാകിസ്ഥാനികളൊന്നുമല്ലല്ലോ. ഇന്ത്യക്കാർ തന്നെ, ഞങ്ങൾ കേരളക്കാർ തന്നെയല്ലേ? ഞങ്ങളെ പോലെ തന്നെ ടൗണിൽ താമസിക്കുന്നവനെ പോലെ കർഷകരുടെ കയ്യിലെ ഭൂമി ഒരു പണവും തരാതെ അതിന്റെ വിലയിടാതെ ബഫർ സോണായി ഏറ്റെടുക്കണമെന്നൊന്നും ആരും ആവശ്യപ്പെടില്ല. കർഷകരുടെ അധ്വാനത്തെ ആരും കുറച്ചു കാണുന്നില്ല. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കർഷക വിരുദ്ധമായ സമീപനമേ ഇവിടെ ഇല്ല. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ തച്ചങ്കരിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ആ നിലയ്ക്കൊക്കെ നമുക്കിതിനെ കാണാൻ കഴിയുമോ? ഈ
ആന വരുന്നത് തടയുന്നതിന് ഈ വലിയ തോതിലുള്ള ഒരു ആനയെ ഷോക്കടിപ്പിച്ച് ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വൈദ്യുത വേലികൾ സ്ഥാപിക്കുക എന്നത്, അങ്ങനെയൊക്കെ കർഷകർ ആവശ്യപ്പെട്ടാൽ അതൊക്കെ ഈ സർക്കാരിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? അല്ല, ഇതിൽ ഞാനിപ്പോൾ ശ്രീ ജോയി പറഞ്ഞ വളരെ വൈകാരികമായി ഞാനതിനെ കാണുന്നു. തീർച്ചയായും അവരുടെ അനുഭവമാണ്. ഒന്നാമത്തെ കാര്യം, കർഷകന്റെ ഭൂമിയൊക്കെ ഏറ്റെടുത്ത് ബഫർ സോൺ ആക്കാനൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. 2-3 തരത്തിൽ ഇത് ചെയ്യാൻ പറ്റും. യഥാർത്ഥത്തിൽ ഒരു വനത്തിന് ബഫർ സോൺ വേണം എന്നത് ഒരു 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 മനുഷ്യന് വീടിന് ചുമര് വേണം എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സംഗതിയാണ്. ഒരു മുറ്റം വേണം എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സംഗതിയാണ്. അത് വന്യജീവിക്കും അത് ആവശ്യമാണ്. നമ്മുടെ പരമ്പരാഗതമായി ഇപ്പം അദ്ദേഹം പറഞ്ഞു ഭക്ഷണമില്ലാത്തതുകൊണ്ട് കയറി വിട്ടു, എന്നിട്ടും കേരളം 85% ഭക്ഷണം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാണ്. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അന്നത്തെ ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചു, ആ ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ ശാസ്ത്രീയതയുണ്ടോ? അതിനുശേഷമാണ് വനം സംരക്ഷണ നിയമം വരുന്നത്. ഒരുപക്ഷെ അന്നൊന്നും വനം സംരക്ഷിക്കണം നമുക്ക് ധാരണ പോലും ഇല്ല. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ന് നമുക്ക് കൃഷിക്കാരന് നല്ല ധാരണയുണ്ട്, ബാക്കി ഗവൺമെന്റിനും ധാരണയുണ്ടാവണം, നമ്മുടെ എല്ലാ ജനങ്ങൾക്കും ഒരു ധാരണയുണ്ട് പാരിസ്ഥിതിക സംരക്ഷണത്തെക്കുറിച്ച്. ആ ധാരണയും നിലവിലുള്ള നിയമവും വെച്ചുകൊണ്ട് എന്ത് സംരക്ഷണമാവാം. ഇപ്പൊ ബഫർ സോൺ എന്ന് അദ്ദേഹം പറഞ്ഞ EFL കുറിച്ചാണെങ്കിൽ എനിക്ക് അതായിരിക്കും, EFL ആണ് ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞത്. അതിപ്പോ തീർന്നു, EFL കാലമൊക്കെ തീർന്നു. എന്തായാലും വനം സംരക്ഷിച്ചുകൊണ്ടും കർഷകന്റെ താല്പര്യങ്ങൾ 100% സംരക്ഷിച്ചുകൊണ്ടും ഏത് തരത്തിലുള്ള സൊല്യൂഷൻ സാധ്യമാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു റെയിലിന്റെ വേലി, എനിക്കറിയില്ല, ശാസ്ത്രീയമായി പഠിക്കേണ്ടതാണ്. അങ്ങനെ റെയിലിന്റെ വേലി സാധ്യമാണ് എന്നുണ്ടെങ്കിൽ അത് ആലോചിക്കാം. ഞാനിപ്പോ ഇത് കൃഷി മുഴുവൻ നശിപ്പിച്ച് കളയണമെന്നോ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ ഒരാളല്ല. കൃഷിക്കാരനും വേണ്ടെന്നൊന്നും നമുക്കില്ല. പക്ഷേ ഇതിന് കടന്നു വരുന്ന വന്യജീവികളെ മുഴുവൻ വെടിവെക്കുക എന്ന സൊല്യൂഷൻ ബാധകമല്ല, അത് സ്വീകാര്യമല്ല. ലോകത്തിൽ ഒരു രാജ്യത്തും അങ്ങനെ നിലവിലില്ല, കൊടുക്കാനും പറ്റില്ല. കാരണം ഇപ്പൊ അത് മാത്രമേ കൃഷിക്കാരെ മാത്രമല്ല ചെയ്യാം. നാളെ കടന്നു വന്ന ഒരു ആനയെ വെടിവെച്ച് വന്നിട്ട് അതിന്റെ കൊമ്പും കൊണ്ടുവന്നാൽ എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ആനയെ ഞാൻ വെടിവെച്ചതാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ എന്ത് വന്യജീവി സംരക്ഷണം സാധ്യമാവുക? അപ്പൊ അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് കുറെ കൂടി ശാസ്ത്രീയമായ രീതിയിൽ ഇത് കാണാൻ കഴിയും. പിന്നെ ഏത് കൃഷിയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ അഭിപ്രായം പറഞ്ഞില്ല, എനിക്കറിയില്ല അങ്ങനെ കൃഷി ഏതെങ്കിലും പുതിയ തരത്തിലുള്ള കൃഷി കൊണ്ട് ആനകളെ അല്ലെങ്കിൽ മറ്റു ജീവികളെ ഒഴിവാക്കാൻ പറ്റുമെന്ന്. ശരിയാണ്, ഇപ്പൊ കുരങ്ങനും പന്നിയൊന്നും ഏത് കൃഷിയും തിന്നുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും പന്നിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചേനയും ചേമ്പും അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും തേങ്ങ വരെ പൊളിച്ചു തിന്നുന്ന പന്നിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചില വെള്ളം മാറ്റിയത് കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ തീർച്ചയായും ഇത് രണ്ടും സംരക്ഷിക്കാൻ കഴിയുന്നപ്പോൾ അതിലാണ് ചർച്ച വേണ്ടത്. കേവലമായി വൈകാരികമായി രണ്ടു വശത്തുനിന്നും വെടിവെച്ച് കൊല്ലണമെന്നോ അല്ലെങ്കിൽ വന്യജീവികളെല്ലാം തിന്നോട്ടെ എന്ന് ആരും പറയുന്നില്ല. ഇപ്പൊ സജീവം പറയുന്ന എനിക്ക് തോന്നുന്നില്ല, ആരും പറയില്ല. അപ്പോ അതിനെന്താണ് സൊല്യൂഷൻ എന്ന് എത്തുന്നതിന് പകരം നമ്മൾ പലപ്പോഴും ഇപ്പോൾ ജോയിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, പക്ഷെ വനം കയ്യേറി കൃഷി ചെയ്യുന്ന കയ്യേറി ആളുകൾ കുറെ ഉണ്ട് എന്നുള്ളത് ജോയി സമ്മതിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഈ കർഷകരുടെ കാര്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും വേണം. അതാണ് കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞു. 1/77 മുമ്പുള്ളത് ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് അതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും വനത്തെ സമഗ്രമായി കണ്ട് കർഷകനെയും കണ്ട് ഒരു പോളിസി ഉണ്ടാക്കണം. ഒരു നിയമത്തിൽ അതെന്താവശ്യമായ ഭേദഗതി വരണമെങ്കിൽ അത് ചെയ്യണം. അത് ചെയ്യാൻ കഴിയാതെ നമ്മളെ ഈ ചർച്ച മാത്രം ചെയ്തുകൊണ്ടും വൈകാരികമായി ഇടപെട്ടുകൊണ്ടും വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടും രാഷ്ട്രീയ നേതാക്കന്മാർ ഇത് സമഗ്രമായി ചർച്ച ചെയ്യാൻ പലപ്പോഴും തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതിസന്ധി. ജനക്കൂട്ടങ്ങൾ കൂടുമ്പോൾ അവർക്ക് വേണ്ടി കയ്യടിക്ക് വേണ്ടി പറയും വെടിവെച്ച് കൊല്ലും എല്ലാത്തിനെന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വാശിയല്ല. നമുക്ക് വന്യജീവികളും മനുഷ്യരും കൃഷിയും നാടും എല്ലാം വേണം എന്ന അർത്ഥത്തിൽ ഇത് ചെയ്യാൻ കഴിയണം. നേരത്തെ സജീവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആദിവാസികൾ കാട്ടിനുള്ളിൽ എത്രയോ കാലമായി കഴിയുന്നു, അവർക്കെന്തായി കോൺഫ്ലിക്റ്റ് ഇല്ലാത്തതെന്നൊരു ചോദ്യം കർഷകരും ചോദിക്കേണ്ടതെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു അവസാന വാക്കല്ല, ചർച്ചയ്ക്ക് വേണ്ടി ഉന്നയിക്കുന്ന കാര്യമാണ്. ശരി, ശ്രീ ഡോക്ടർ സജീവ്, ഇപ്പോൾ നമ്മൾ പാലക്കാട്ടെ കാര്യം എടുത്താൽ ഈ ആനക്കൂട്ടം എങ്ങനെ കാട്ടിലേക്ക് തിരികെ പോകും? അതിനെ കാട്ടിലേക്ക് തിരികെ അയക്കുന്നതിന് ഈ വനം വകുപ്പും പോലീസും ഒക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ അവർ നടത്തുന്ന ഈ ശ്രമങ്ങൾ ശരിയായ ദിശയിൽ തന്നെ ഉള്ളതാണോ? ഇത് കാട്ടിൽ നിന്ന് പുറത്ത് കടന്ന ആനക്കൂട്ടം തിരികെ പോകാൻ വിസമ്മതിക്കുന്നു എന്നത് മറ്റേതിൻ്റെയെങ്കിലും സൂചനയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
ഇല്ല, അത് വനംവകുപ്പിനെ സംബന്ധിച്ചിട്ട് അത് വളരെ വിദഗ്ധമായി തന്നെ അത് ചെയ്യാനായിട്ടുള്ള ശേഷി ആ വകുപ്പിനുണ്ട്. അവർക്കത് ചെയ്യാനും പറ്റും. അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ഒരു ജനങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഈ സാന്നിധ്യത്തെ കുറച്ചുകൊണ്ടല്ലാതെ അത് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കാതെ നോക്കിക്കൊണ്ടല്ലാതെ ഈ പ്രശ്നത്തെ എളുപ്പം പരിഹരിക്കാനാവില്ല. അതാണ് ഏറ്റവും ഇതാദ്യമായിട്ടല്ല. ഇപ്പോൾ വയനാട് ഒരു കടുവയെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് അവിടെ ആ കടുവയ്ക്ക് ചുറ്റും ആളുകൾ കൂടുകയും പിന്നെ ആളുകളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടാണ് അതിനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് സാധ്യമാവുമായിരുന്നു. ആ തരത്തിലുള്ള ഒരു ഇടപെടൽ കുറയേണ്ട ഒരു ആവശ്യമുണ്ട്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് ആദ്യം സൂചിപ്പിച്ചാൽ ഇതൊരു ആനക്കൂട്ടമല്ല, ഇത് കൊമ്പനാനകളുടെ ഒരു താൽക്കാലികമായ ഒരു കൂട്ടായ്മ മാത്രമാണ്, ഒരു ആനക്കൂട്ടമല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് കാട്ടിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല. കാട്ടിൽ വെള്ളം ഇല്ലാതായാലും ഭക്ഷണം ഇല്ലാതായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ആനക്കൂട്ടങ്ങളാണ് പുറത്തേക്ക് ഇറങ്ങുക. കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും പെട്ടെന്ന് സംരക്ഷിക്കേണ്ടി വരിക. അവർ വെള്ളം തേടി പുറത്തേക്ക് വരുന്നൊരവസ്ഥയല്ല ഇത്. ഇതെല്ലായിടത്തും വെള്ളമുണ്ട്. മാത്രമല്ല ആനകളെ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു സ്ട്രെസ്സിലല്ല ഉള്ളത്. ആന സന്തോഷമായിട്ടാണ് അവർ നാട്ടിൽ നടക്കുന്നത്, വളരെ സമാധാനത്തിലാണ് നടക്കുന്നത്. അവർ ആക്രമികളായിട്ട് മാറിയിട്ടില്ല. അവർക്ക് കൂടി അവകാശപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ് അവർ നടക്കുന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാട് എന്നുള്ളത് മറ്റൊരു രാജ്യമല്ല, നാട് ഒരു രാജ്യവും കാട് മറ്റൊരു രാജ്യമല്ല. കാടിൻ്റെ നിലനിൽപ്പ് ഈ നാടിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നുള്ള തിരിച്ചറിവിനകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട ആവശ്യമുണ്ട്. വലിയ വരൾച്ച നേരിടുന്ന സമയത്ത് ഈ വരൾച്ചയ്ക്ക് എതിരെയുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം ഈ കാടാണെന്നും ആ കാട്ടിലെ ജീവജാലങ്ങളാണെന്നും ആ കാടിനെ സംരക്ഷിക്കുന്നതിനകത്ത് ആ കാടിനെ അതിൻ്റെ പൂർണ്ണമായ ആരോഗ്യത്തിൽ നിലനിർത്താനായിട്ട് ഈ മുഴുവൻ ജീവജാലങ്ങളുടെയും സാന്നിധ്യം ആവശ്യമുണ്ടെന്നുള്ള നിലപാടിൽ നിന്നുകൊണ്ടല്ലാതെ ഇതിന് നമുക്കൊരു പരിഹാരം കാണാൻ പറ്റില്ല. മാത്രമല്ല മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ സൂചിപ്പിച്ചതെല്ലാം തന്നെ മനുഷ്യന് വരുന്ന നഷ്ടങ്ങളെ കുറിച്ചിട്ടാണ്. വന്യമൃഗങ്ങളുടെ ഭാഗത്ത് വരുന്ന നഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിലാണ് മൂന്നാറിൽ 3 ആനകളാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് പല കാരണങ്ങളിലൂടെ. അവരുടെ എണ്ണം അവരെ നേരിട്ട് മനുഷ്യനെ ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ട്. വളരെ കൃത്യമായി ഒരു റെയിൽ ഫെൻസ് എന്നുള്ള നിലക്കുള്ള ഒരു സൊല്യൂഷൻ ഇവിടെ പറയണ്ടായി. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ റെയിൽ ഫെൻസിൻ്റെ മുകളിലുള്ള വിശ്വാസം പോലെ ഒരു കാലത്ത് നമുക്ക് വൈദ്യുത കമ്പി വേലികളെ കുറിച്ചും വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആന ബുദ്ധിയുള്ള ഒരു ജീവിയാണ്. അത് വളരെ ഫാസ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയാണ്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും എങ്ങനെയാണ് വൈദ്യുതി കമ്പി മുറിച്ച് കടക്കേണ്ടതെന്നുള്ളത് ആന പഠിച്ചു കഴിഞ്ഞു. ആ തരത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന പരസ്പരം ഒരുമിച്ച് ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിനകത്ത് ഒരു പരസ്പരത്തിൽ ജീവിക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള കൂടുതൽ സമാധാനത്തിലേക്കും വലിയ അക്രമങ്ങളില്ലാതെ പോകാൻ പറ്റുന്ന ഒരു സംവിധാനം കൊണ്ട് മാത്രമേ ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്നുകൂടി പറയാം, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉള്ള ആനകളുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഈ വന്നിട്ടുള്ള ആനകളെ പോലെ തന്നെ ഒരു പക്ഷേ പറമ്പിക്കുളം, ആനമല ഹിൽസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആനകൾ വളരെ ശാന്ത സ്വഭാവമുള്ള ആനകളെയാണ് നമ്മൾ കാണുക. അതേസമയം നിലമ്പൂരേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മനുഷ്യരും ആനയും തമ്മിലുള്ള സംഘർഷം വലിയ തോതിൽ കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ്. ആനയുടെ പുറത്തേക്ക് സൈക്കിൾ ടയർ കത്തിച്ചെറിയുക, അത് ആനയുടെ ദേഹത്തിരുന്ന് കത്തുക. ആ ആനയെ സംബന്ധിച്ച് ജീവിതകാലം മുഴുവൻ മനുഷ്യ പറയുന്ന ഒരു ജീവിയോട് തീർത്താൽ തീരാത്ത പക ഉള്ളിൽ സൂക്ഷിക്കുക. ആ തരത്തിലൊരു യുദ്ധസമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള സ്ഥലങ്ങളും വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ നിരീക്ഷണമാണ് ഡോക്ടർ ടി വി സജീവ് താങ്കൾ നടത്തിയത്. സമയം വൈകിയതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ടി വി സജീവ്, ശ്രീ വേണുഗോപാലൻ നായർ, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ജോയി കണ്ണഞ്ചിറ, എല്ലാവർക്കും നന്ദി. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.